മലയാളത്തിൽ നിന്ന് റിലീസായ ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ മൂവിയാണ് രേഖാചിത്രം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ പോയി സിനിമ കണ്ടു നോക്കൂ. അത്ര കിട്ടില്ല മൂവിയാണ്. ഞാൻ ഒരുപാട് ക്രൈം ത്രില്ലർ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങും അതിന്റെ ഒരു പ്രസന്റേഷനൊക്കെ വേറെ ലെവലാണ്. ഈ ഒരു മൂവിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതും ആ ഒരു കാര്യം തന്നെയാണ്. ഒരു പഴയ ഒരു മലയാള സിനിമ കാതോട് കാതോരം എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഷൂട്ടിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്നെന്ന് പറയുന്ന കുറച്ച് ഇവന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് പോകുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന മിക്ക ക്രൈം ത്രില്ലേഴ്സിന് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഒരു സസ്പെൻസ് ആയിട്ടുള്ള എലമെന്റ്സും അല്ലെങ്കിൽ മൂവിയുടെ എൻഡിലോട്ട് വരുമ്പോൾ ഒരു ട്വിസ്റ്റും ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഇൻട്രോൽ പോർഷനും അങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു മൂവിക്ക് അതൊന്നുമില്ല. ഇത് സ്പോയിലർ ഒന്നുമല്ല, ഓൾറെഡി ആസിഫിക്കയും ഡയറക്ടറും പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഒരു മൂവിക്ക് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇല്ല, സസ്പെൻസ് ഇല്ല, എൻഗേജിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ല. എന്തിനേറെ പറയുന്ന ഒരു ഇന്റർവെൽ പഞ്ച് പോലും ഇല്ല. ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോളിവുഡ് മൂവി ഇവിടെ കാണുമ്പോൾ ഒരു കട്ട് വരത്തില് അത് തന്നെയാണ്. സോ അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു പഴയ സിനിമ, മലയാളത്തിലുള്ള ഒരു പഴയ സിനിമയെ റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നടന്നെന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് പ്രസന്റിലെ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല, ഇതൊരു ഫിക്ഷൻ ആണ്. സോ അങ്ങനെ ഒരു മൂവി നടന്നിട്ടുണ്ട്, ആ ഒരു മൂവിയുടെ സെറ്റും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. മലയാളത്തിലുള്ള പണ്ടത്തെ ഒരു സിനിമയാണ്. സോ അവിടെ നടന്നെന്ന് പറഞ്ഞൊരു കാര്യത്തിനെ ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. ഒരു പോർഷൻ കഴിയുമ്പോൾ നമ്മൾ വിശ്വസിക്കും, ഓക്കെ ഇതൊക്കെ നടന്ന കാര്യമാണോ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ശരിക്കും, അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ഒരു ടൈം വരും. അവിടെയാണ് ആ ഒരു സ്റ്റോറി ടെല്ലിംഗിന്റെ വിജയം എന്ന് പറയുന്നത്. അത്ര അടിപൊളിയായിട്ടാണ് ആ സ്റ്റോറി ടെല്ലിംഗ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടറിന് ഹാറ്റ്സ് ഓഫ്. ജോഫിൻ ടി ചാക്കോയാണ് നമ്മുടെ പ്രീസ്റ്റിന്റെ ഒക്കെ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ അത് നൈസായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗിന്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് നിൽക്കുന്ന കാതോട് കാതോട് എന്ന് പറയുന്ന മൂവിയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ടൈമിൽ അവിടെ നടന്നു പറയുന്ന കുറച്ച് ഇവന്റ്സ് ആണ്. സോ ആ ഒരു ഇവന്റ്സിനെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നൊസ്റ്റാലജിക് ഫീൽ കൊണ്ടുവരാനായിട്ട് അന്നത്തെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അന്നത്തെ സ്റ്റൈലും അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എങ്ങനെയാണോ അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ ആ ഒരു ഹെയർ സ്റ്റൈലും അല്ലെങ്കിൽ അന്നത്തെ ക്യാമറ, അന്നത്തെ പ്രോപ്പ് അല്ലെങ്കിൽ അന്നത്തെ കാറ്, ബൈക്ക് അല്ലെങ്കിൽ ആ ഒരു ഫുൾ എൻവയോൺമെന്റ് റീക്രിയേറ്റ് ചെയ്യുമല്ലോ. അത് മാത്രമല്ലാതെ ആ ഒരു മൂവിയുടെ ബിഹൈൻഡ് ദ സീൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ആ ഒരു മൂവി അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ നടന്നിട്ടുള്ള കുറച്ച് ഇവന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മൂവിയിൽ കണക്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സ്, ആ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പാരലായിട്ട് സംസാരിച്ച് പോകുന്നുണ്ട് തന്നെ നമുക്കൊരു അറ്റാച്ച് ഫീൽ കിട്ടുന്നുണ്ട്. ആ ഒരു മൂവിയുടെ പാസ്റ്റ് ആയാലും പ്രസന്റ് ആയാലും ആ ഓരോ ടൈം ലൈനിലുള്ള ഓരോ ഇവന്റ്സുമായിട്ട് നമുക്ക് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ തന്നെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ ടൈം ലൈൻ ഷിഫ്റ്റ് വരുമ്പോഴും രണ്ട് ടൈം ലൈനും നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, ഒരു ക്യാരക്ടറിനെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരാ എന്താണെന്ന് ഒന്നും പറയുന്നില്ല, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇന്ത്യൻ ടൂലും അല്ലെങ്കിൽ നമ്മൾ റീസെന്റ് പല മൂവീസിലും ആ ഒരു വർഷം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫീൽ കിട്ടും അത് കാണുമ്പോൾ. ആ ഒരു സെഗ്മെന്റിന് ഹാറ്റ്സ് ഓഫ് ടു ദ VFX ടീം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു മൂവിയിൽ വരുന്ന മറ്റുള്ള CG ഷോട്ട്സ് ആയാലും VFX യൂസ് ചെയ്യുന്ന ഏരിയാസ് ആയാലും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം പ്രസന്റിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ പാസ്റ്റിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഇതിനെ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരുപാട് ഇവന്റ്സും ക്യാരക്ടേഴ്സും അതിന്റെ പ്രസന്റേഷനും അല്ലെങ്കിൽ പഴയ ഒരു മൂവിയും അവിടെ ഉള്ള ക്യാരക്ടേഴ്സും ആ ഒരു ടൈം ലൈനും ഇപ്പോഴത്തെ പ്രസന്റോട്ട് അതിനെ കണക്ട് ചെയ്യുന്നതും എല്ലാം അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡും വരുന്നത്. ഇതിന്റെ റൈറ്റേഴ്സ് ആയാലും ശരി, ഇതിന്റെ മ്യൂസിക് ആയാലും ശരി, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ആ ഒരു കളറിസ്റ്റ് എല്ലാം ആ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് എല്ലാം അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജോഫിനും ജോണും രാമുമാണ്. മാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു ടെംപ്ലേറ്റിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ടുണ്ട്. അതായത് വലിയ സസ്പെൻസും ട്വിസ്റ്റ് പ്ലോട്ട്സും അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അത് നൈസ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫറാണ് എഡിറ്റർ. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന അപ്പു പ്രഭാകറാണ്, എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഷമീർ മുഹമ്മദാണ്. രണ്ടുപേരും അടിപൊളി. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയുടെ മ്യൂസിക് മജീദാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമ്മളെ കിഷ്കിണ്ട കാണത്തിന്റെ ഒക്കെ മാൻ അടിപൊളിയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സെഗ്മെന്റ്സും ഓരോ സീക്വൻസും പുള്ളിക്കാരൻ തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലായിട്ട്. ആ ഒരു എൻറ്റയർ മൂവിയിൽ ഓരോ സീക്വൻസിനും അത്രമാത്രം ഫീൽ ആ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയുടെ കളറിസ്റ്റ് അടിപൊളിയായിട്ട് തന്നെ കളർ ചെയ്തിട്ടുണ്ട്. ഓരോ സീക്വൻസും അതിപ്പോൾ പാസ്റ്റ് ആയാലും പ്രസന്റ് ആയാലും ആ ഒരു ടൈം ലൈൻ ഷിഫ്റ്റ് ആയാലും അല്ലെങ്കിൽ ഓരോ സീക്വൻസിന്റെ മൂഡിനനുസരിച്ചുള്ള ഒരു കളറിങ് അതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ആസിഫ് അലി ആയാലും അനുശ്വരാജനായാലും മനോജ് ജയനായാലും സിദ്ദീഖ് ആയാലും ഇന്ദ്രൻസ് ആയാലും ജഗദീഷ് ഏട്ടനായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. മെയിൻലി ആസിഫിക്ക ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ അടിപൊളിയായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അനുശ്വരാജനായാലും ശരി, പുള്ളിക്കാരി ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആസിഫിക്കയുടെ ആൻഡ് ഈ സിനിമയിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഈ മൂവി ഇത്രയും അടിപൊളി ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പെർഫോമൻസ് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു ആക്ട്രസും കൂടെ ഉണ്ട്. നമ്മൾ ആട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന സെറിൻ ഷിഹാബ്. പുള്ളിക്കാരി വാസ് ലൈക്ക്
അമേസിങ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഉണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരി കിഡിലുമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആയാലും പെർഫോമൻസ് ആയാലും എക്സ്പ്രഷൻസ് ആയാലും ചില നോട്ടമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കിഡിലുമാണ്. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ പുള്ളിക്കാരി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും എല്ലാവരും പോയി കണ്ടു നോക്കുക. എനിക്ക് സിനിമ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. കാരണം നമ്മൾ അധികം കാണാത്ത രീതിയിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരുന്നു ഈ ഒരു മൂവിയുടെ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.